ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഒരിക്കൽ മനു എന്ന യുവാവ് ഒരു വിദൂര ബസ് യാത്രയ്ക്കിടെ തന്നെ മുന്നിലിരിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും ശ്രദ്ധിച്ചു. അവരിരുവരും ഒന്നും സംസാരിക്കാതെ യാത്ര ചെയ്യുന്ന കണ്ടപ്പോൾ മനു ആലോചിച്ചു, ഇവർക്കൊന്നും സംസാരിക്കാനില്ലേ? എൻ്റെ വിവാഹം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. വാതോരാതെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യും. പക്ഷേ പ്രണയം പോലെയും സൗഹൃദം പോലെയുമല്ല കുടുംബജീവിതമെന്ന് തിരിച്ചറിഞ്ഞത് മനു വിവാഹം ചെയ്തതിന് ശേഷമാണ്. പ്രണയിക്കുമ്പോൾ നമുക്ക് വാഗ്ദാനങ്ങളും മോഹങ്ങളും വാരിക്കോരി ചൊരിയുവാനും കള്ളങ്ങൾ പറയുവാനും സാധിക്കും. എന്നാൽ വിവാഹം എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ പാലിക്കപ്പെടാൻ കഴിയാത്തതൊന്നും വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഒരു സുഹൃത്തിനോട്, ഒരു പ്രണയിക്കുന്ന ആളിനോട് നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവിടെ വലിയ സങ്കോചം അനുഭവപ്പെടാറില്ല. അത് താൽക്കാലികമായ നമ്മുടെ നേട്ടത്തിന് വേണ്ടിയുള്ള അഭിനയങ്ങളായിരിക്കും. എന്നാൽ ജീവിത പങ്കാളിയോട് അങ്ങനെയല്ല. അവിടെ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകണം. പറയുന്ന ഓരോ വാക്കിലും ആത്മാർത്ഥത വേണം. പങ്കാളി കളവ് പറയുമ്പോൾ മറ്റേയാൾക്ക് വിശ്വസ്തത നഷ്ടപ്പെടും. പരസ്പരം വിശ്വസ്തത നഷ്ടപ്പെടുന്നത് ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കുന്നതിന് കാരണമാകും. പരസ്പര ബന്ധങ്ങൾ ഉലയാതിരിക്കുവാൻ ഒരിക്കലും ജീവിത പങ്കാളിയോട് കളവ് പറയരുത്. ഒരു വീടിൻ്റെ ജീവനാഡിയാണ് സ്ത്രീ എന്നത്. അവളുടെ കരങ്ങളെത്താത്ത ഒരു സ്ഥലവും ആ വീട്ടിലുണ്ടാകില്ല. അവളില്ലെങ്കിൽ ആ വീട്ടിൻ്റെ ശ്വാസം നിലച്ചു പോകും. അതുപോലെ തന്നെയാണ് പുരുഷനും. അവൻ്റെ കരുതലും സംരക്ഷണവുമാണ് ജീവിതത്തിൻ്റെ, വീടിൻ്റെ ഉറപ്പുറം ബലവും എന്ന് പരസ്പരം തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും സാധിച്ചാൽ നമ്മുടെ കുടുംബാന്തരീക്ഷം, കുടുംബജീവിതവും സന്തോഷവും സമാധാനപൂർവവും ആയിത്തീരും.